പോവാ. കളിക്കാൻ പോവാ. കഴിക്കണ്ടേ നമുക്ക്? ആ പാപ്പു കഴിച്ചിട്ട് പാപ്പു കഴിച്ചിട്ടുണ്ട് അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ പാപ്പുണ്ട് അല്ലേ? ശരി ശരി. 2,000 years later. I just finished reading this book, നനയുവാൻ ഞാൻ കടലാകുന്നു by നിംന വിജയ്. സോ ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ദ ലാസ്റ്റ് പേജ് ഓഫ് ദിസ് ബുക്ക്. എന്തോ എന്നോട് ഈ ഓഥർ സംസാരിക്കുന്ന പോലെയാണ് ഈ ലാസ്റ്റ് പേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സോ ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ദാറ്റ്. ജീവിതത്തിൽ ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പലർക്കും തോന്നാറുണ്ട്. എന്നാൽ ആ തോന്നലിൽ വലിയ അർത്ഥമില്ല. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്തുമാകട്ടെ, ഇവിടെ വരെ എത്താൻ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാവും വിധം അതിനെ നേരിട്ടിട്ടുണ്ട്. സ്വന്തം സന്തോഷങ്ങളെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് വേണ്ടിയെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തെ എത്ര മാത്രം ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹം കൊണ്ട് മാത്രം നമുക്കൊരാളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുതിയ പല മുഖങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ കഴിവുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം തന്ന പാഠങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും നേടിയില്ല, തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല. യെസ്, യു ആർ ഡൂയിങ് സോ വെൽ, യു ആർ മോർ ദാൻ ജസ്റ്റ് ഇനഫ്. ആ ലാസ്റ്റ് വരി ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. യെസ്, യു ആർ ഡൂയിങ് സോ വെൽ, യു ആർ മോർ ദാൻ ജസ്റ്റ് ഇനഫ്. എന്തോ ഐ വാസ് ഏബിൾ ടു റിലേറ്റ് ടു ഇറ്റ്. സോ ഇത് ഈ ഒരു ഓഥറിൻ്റെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ, അതായത് ചെറുപ്പകാലം മുതൽ ഇപ്പം എത്ര എഴുതുന്ന വരെ ഉള്ള ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങൾ, പല ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം പോലെയാണ്. ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ജസ്റ്റ് ആണ്. ബട്ട് കുറേയൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മേ ബി ഈ ഓഥറിൻ്റെയും എൻ്റെയും തോന്നുന്നു ഏജ് ഗ്രൂപ്പ് കൈൻഡ് ഓഫ് ഒരു ഇതിൽ വരുന്നത് കൊണ്ട് നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ്. പണ്ടത്തെ സ്കൂളിലെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയുള്ള പലതൊക്കെ ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ അങ്ങനെ യൂഷ്വലി ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്ന ആളല്ല, ബട്ട് വായിച്ച് നന്നായി, എന്തോ ഒരു സുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ. നമ്മളെ പണ്ടത്തെ നമ്മളുടെ കുറച്ച് ഇവിടേക്ക് കൊണ്ടുപോയൊരു ഫീലിംഗ് ആണ്. അപ്പം അങ്ങനെ പിന്നെന്താണ്, ഞാനിതൊരു വ്ളോഗ് പോലെ തുടങ്ങിയതാണ്, പക്ഷേ അതെവിടെ എത്തിയില്ല. അവസാനം ഈ ഒരു ദിവസം ചെയ്ത ഒരു പ്രൊഡക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2025 എനിക്ക് എൻ്റെ റീഡിങ് ഗോൾ 25 ആയിരുന്നു. ഇതെൻ്റെ 20ാമത്തെ ബുക്കാണ്. ഇനി 5 ബുക്കും കൂടി ഉണ്ട്. ഇനിയും ഉണ്ടല്ലോ അല്ലേ, 1 മാസം 1.5 മാസം. അപ്പോൾ ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു റീച്ച് ദാറ്റ് ഗോൾ. ആൻഡ് നിങ്ങൾക്കും എന്തെങ്കിലും ഗോളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1.5 മാസമുണ്ട്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത്ര തന്നെയല്ലേ. എനിക്ക് തോന്നുന്നു വി ഷുഡ് ക്രിയേറ്റ് അവർ ഓൺ ഹാപ്പിനെസ്. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് എവ്രിവൺ. I will see you in the next video. Bye. Take care.